കൈമാറ്റ് ബുദ്ധിയുള്ള ആർക്കെങ്കിലും കൊടുക്ക്. മത്തിയെ നീക്കാൻ പറ്റുക. അടിപൊളി. അച്ഛനൊന്ന് കാണിച്ചിട്ട് അച്ഛനെ ഇങ്ങോട്ട് നോക്കിയിട്ട് 10,000 രൂപ സമ്മാനമായിട്ട് കിട്ടുന്നുണ്ട്. എന്താ സംഭവം? ആ ഫാൻ ഓഫാക്ക്, ഭയങ്കര സൗണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാത്രി 12 മണിക്ക് ഞാൻ ഉറങ്ങാൻ കിടന്ന് എന്നെ വിളിച്ചെണീപ്പിച്ച് ചിത്തുവാട്ടനായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഗെയിമാണ്. ഇതാണ് ഏതാണ് ഒന്നും എനിക്കറിയില്ല. പെട്ടെന്ന് വിളിച്ച് നമുക്കൊരു ഗെയിം കളിക്കാന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങിയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എന്താ സംഭവം എന്ന് പറഞ്ഞാ. ഇവിടെ ഇരിക്കണോ? ശരിക്കും അവിടെ ഇരിക്കേ, അങ്ങനെ അവിടെ ഇരിക്കല്ല, ഇവിടെ ഇരിക്കും മുട്ട കുത്തിയിട്ട്. അവിടുന്ന് എടുത്തല്ല, ഇവിടുന്ന് എടുക്കുമ്പോ ഇങ്ങനെ കിട്ടണ്ടേ? ഇങ്ങനെ കിട്ടും. എനിക്കറിയില്ലല്ലോ എന്നാ ചെയ്യുന്നതെന്ന് തിരിഞ്ഞല്ലേ എങ്ങനെ കിട്ടുന്നറിയുള്ളൂ. ഇത് ഇതെത്രയാ? ഏത്? ഇത് ഒന്ന്. എത്ര പെണ്ണുണ്ട്? ഇവിടുന്ന് അങ്ങോട്ടേക്ക് പറ. 1 1 2 3 4 5 6 7 കൈ വെക്കല്ല ഇതില്. 9 ഒന്നാമത് പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ഉണ്ട്. കൈമാറ്റ്. എണ്ണാനല്ല, ഇതിപ്പോ എങ്ങനെ വെച്ചിട്ടുള്ള പേന? ഫസ്റ്റ് 1, അടുത്ത 2 3, അടുത്ത 4 5 6 7 8 9 10. അങ്ങനെയല്ല കൗണ്ട് ചെയ്യണ്ടേ. ഇത് 1 ഒരു പേന സിംഗിള്, പിന്നെ 2 എണ്ണമായി, പിന്നെ 3 ആയി, 4 ആയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നിനക്ക് ഏതെങ്കിലും ഒരു പെന്ന് മാറ്റാം. പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 2 3 4 ആയിട്ട് കാണിച്ചു തരണം. ഇവിടുന്ന് അങ്ങോട്ട് 1 2 3 4 കാണിച്ചു തരണം ആക്കിയിട്ട്. ഏതെങ്കിലും ഒരു പെന്നെ മൂവ് ചെയ്യാൻ പറ്റും, വേറെ അതിനെ ടച്ചും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഇത് 4 ഉണ്ടല്ലോ, ഇനി എന്തിനാ ഇവിടുന്ന് അങ്ങോട്ടേക്ക് 1 2 3 4 എണ്ണാൻ പറ്റുന്നില്ലേ? അതേപോലെ അവിടുന്ന് ഇങ്ങോട്ടേക്കും 1 2 3 4 എണ്ണണം. കാണിച്ചു കൊടുക്കട്ടെ. ഇപ്പൊ ഒരു പെന്ന് 2 3 4. ഇപ്പൊ 4 സെറ്റ്. 4 സെറ്റ്. ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എണ്ണുമ്പോ 4 3 2 1 അല്ലേ? ഇവിടുന്ന് അങ്ങോട്ടേക്കും 1 2 3 4 എണ്ണാണ് എനിക്ക്. ഏതെങ്കിലും ഒരു പെന്ന് ടച്ച് ചെയ്താൽ സെറ്റ് ആക്കാം. 1 2, അതായത് ഇത് 1 2 3 4 ആക്കണം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കൗണ്ട് ചെയ്യുമ്പോ. അത്രേ ഉള്ളൂ. പക്ഷെ ഏതെങ്കിലും ഒരു പെന്നെ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഏതെങ്കിലും ഒറ്റ പെന്ന് മാത്രം, വേറെ എന്തെങ്കിലും ടച്ചും ചെയ്യാൻ പാടില്ല. കൺഫ്യൂഷൻ ആയല്ലോ. വേറെ ഒരു പെന്നും ടച്ച് പരസ്പരം ചെയ്യാൻ പാടില്ല. ഒരു പെന്ന് ഞാൻ തൊടാൻ പാടില്ല. എന്നിട്ട് ഞാൻ അങ്ങനെ ആക്കണം. ഒരു ഒറ്റ പെന്ന് എനിക്ക് ടച്ച് ചെയ്യാം. ഒരു പെന്ന് നിനക്ക് എടുക്കാം. ഒറ്റ പെന്ന് എനിക്ക് എടുത്തിട്ട് മാറ്റാം, വേറെ ഒന്നിനും മുട്ടാണ്ട്. എനിക്ക് അങ്ങനെ ഇങ്ങോട്ടേക്ക് 1 2 3 4 എണ്ണണം. ടച്ച് ചെയ്യല്ലേ? ടൈം പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനൊന്നുമില്ലേ? ക്വസ്റ്റ്യൻ ആലോചിക്കുമല്ലോ. കാരണം ഇത് അത്ര കോംപ്ലിക്കേറ്റഡ്, ഒരു സർജറി ചെയ്യുന്ന പോലെയാ. തൊടാനും പാടില്ല, ഇത് അടിയിടെ തട്ടാനും പാടില്ല, ആവശ്യമുള്ളത് മാത്രമേ തൊടാനും പാടില്ല. സമയം പോന്നു. അങ്ങനെ പറയുമ്പോ എനിക്ക് കുറച്ച് ടെൻഷൻ ആവും. അതുകൊണ്ട് അതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. സംഭവം മനസ്സിലായോ? സംഭവം മനസ്സിലായി. സംഭവം മനസ്സിലായി. ഒറ്റ പിന്നെ തൊടാൻ പാടൂ. എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞതാ. എന്നാ ഒരു പെന്നെ തൊടാൻ പാടുള്ളൂ, എല്ലാം കൈവക്കല്ല.
ആലോചിക്കുന്ന ശരി. എന്തൊക്കെ ക്ലൂ കിട്ടുവാ? ഇല്ല. അവിടെ ഫോൺ വെച്ചേ. ഏതെങ്കിലും ഒരു പെണ്ണ് മാത്രം മൂവ് ചെയ്ത് ഒറ്റയൊന്ന്. ഇതിന്റെ പൊസിഷൻ ഇപ്പൊ എങ്ങനെയാ ഉള്ളത്? 1 2 3 4. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 2 3 4 ആക്കണം. ക്ലിയർ? ടൈം പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പറയല്ലോ. ഏത് സെറ്റ് ഒന്നും ഓടാൻ പറ്റുന്നത് അറിയില്ല. പിന്നെ നീ ജയിക്കൂലേ? നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? 1 ഇവിടുന്ന് അങ്ങോട്ടേക്ക് 1 2 3 4 അല്ലേ? അവിടുന്ന് ഇങ്ങോട്ടേക്കും 1 2 കൗണ്ട് ചെയ്യുമ്പോ എനിക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 2 3 4 കിട്ടണം. വേഗം നോക്ക്. എന്തിനാ അങ്ങനെ കിട്ടുന്നത്? നിങ്ങൾ ഇങ്ങനെ കൗണ്ട് ചെയ്താൽ മതി. ഇതൊരു സെറ്റ്. ഒരു ഗെയിമാണ്. ഒരു ചെറിയൊരു സൂചന വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഉത്തരം കുറച്ചെങ്കിലും ആലോചിച്ചേനെ. ഒന്നിനെ കൊണ്ട് തട്ടിയിട്ട് മറ്റേ നീക്കാൻ പറ്റുവാ? ഏതെങ്കിലും ഒരു പെണ്ണ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അപ്പുറം വന്നിരുന്നാ പോരെ? അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് അങ്ങനെയില്ലേ കൗണ്ടിങ്? കുസൃതി ചോദ്യം ഒന്നല്ല, ചെയ്ത് പ്രൂവ് ചെയ്യണം. തോൽവി സമ്മതിച്ചാൽ ഞാൻ വരാം. ഇല്ല, വേണ്ട. അയ്യടാ, ഉത്തരം കണ്ടുപിടിച്ചിട്ട് ആരും ഇവിടെ വരണ്ടേക്കര. ഉത്തരം കണ്ടുപിടിച്ചായിന്? അല്ല, നിങ്ങൾ കണ്ടുപിടിച്ചോണ്ടായിരിക്കുമല്ലോ എന്നോട് ചെയ്യിപ്പിക്കുന്നേ. ആര്? അത് ഞാൻ കുറെ ആലോചിച്ചിട്ട് കിട്ടി ലാസ്റ്റ്. അതൊന്നല്ല. ആരോ ഉത്തരം കണ്ടുപിടിച്ചായിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടോ? ചെറിയ ക്ലൂ ചിത്തോട്ടാ. നോ ക്ലൂ അറ്റ് ഓൾ. ഏകദേശം അടുത്തെത്തി. അടുത്തെത്തിയതാ? ഞാൻ തൊട്ടിരുന്നില്ലല്ലോ. അതാ എന്റെ ക്ലൂ. ഏകദേശം അടുത്തെത്തി. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഒരു സെറ്റ്. പെണ്ണ് ടച്ച് ചെയ്യാൻ പാടില്ല. തൊടുന്നില്ല. നിന്റെ 4 വട്ടം നീ അതന്നെ പറഞ്ഞില്ലേ, ഇനി അത് പറയണ്ട. ചിന്തിച്ചു പ്രവർത്തിക്കണം. അതിന് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെന്നെ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തോ ഒരെണ്ണം അങ്ങ് നീങ്ങി കഴിഞ്ഞാൽ അങ്ങ് ആവും തോന്നുന്നല്ലേ? നേരത്തെ ഞാൻ പറയുന്നുണ്ട് പെന്നെ മൂവ് ചെയ്യിക്കല്ല 100 വട്ടം പറഞ്ഞു. സ്റ്റാർട്ട്. ഇങ്ങനെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വേണം നിർബന്ധ? തോൽവി സമ്മതിച്ചാ? ഇല്ല. ഇല്ലേ? എത്ര നേരം ആവണ്ടേ? ഇതെല്ലാം പെട്ടെന്ന് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാ. ഇങ്ങനെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. 4 മിനിറ്റ്. കൈമാറ്റ് എന്നാ പറഞ്ഞ. ഇവിടെ വെച്ച് നോക്കുമ്പോ നീങ്ങുന്നില്ലല്ലോ. നീങ്ങുന്നുണ്ട്. ഇവിടെ കിട്ടിയത് അച്ഛനെ വിളിച്ചു ചോദിക്കാൻ പറ്റുമോ? ഇല്ല.
വിളിക്കാൻ വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്യട്ടെ? ആ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? കാണുന്നുണ്ട്, കേൾക്കുന്നില്ല. എന്താ കേൾക്കാത്ത? അച്ഛന് കൊടുക്ക്, ബുദ്ധിയുള്ള ആർക്കെങ്കിലും കൊടുക്ക്. അച്ഛന് കൊടുക്കുവാ? അത്ത കട്ടാക്കി. നിങ്ങള് വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞേ എടുത്ത് ബുദ്ധിയുള്ള ആർക്കെങ്കിലും കൊടുത്താൽ മതി. കട്ട് അച്ഛാ, ഒരു കാര്യം നോക്ക്, എന്നെ രക്ഷിക്ക്. ആ വിളിച്ചു ചോദിക്കണേ എന്തോ പറയല്ലോ, ആ പേരെന്താ? ഫോൺ ഓഫ് ഫ്രണ്ട്. അച്ഛൻ ഇപ്പൊ ഒരു ഗെയിമിന്റെ ഫോൺ ഓഫ് ഫ്രണ്ടാ. ഇത് കാണുന്നുണ്ടോ ഈ പെന്ന്? പറഞ്ഞു കൊടുക്ക്. ഇതില് ഒരു പെന്ന് മാറ്റിയിട്ട് അല്ല ശരിക്കും കാണിക്കുന്നുണ്ടാ? കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു സെറ്റ്. ഇത് രണ്ടെണ്ണമുള്ള ഒരു സെറ്റ്, 3 എണ്ണം 4 എണ്ണം. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യുമ്പോ ഇതേപോലെ കിട്ടണം. 1 2 3 4. അപ്പൊ ഒരു പെന്നെ മാറ്റാൻ പാടുള്ളൂ ഇത്ര ഇതൊന്ന്. എന്നിട്ട് അത് ചെയ്യണം. ഒരു പെന്നെ മാറ്റാൻ പറ്റുള്ളൂ. എന്നിട്ട് 1 2 3 4 ആക്കണം അത്ര. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ അങ്ങനെയല്ല അച്ഛാ. അതന്നെ കറക്റ്റ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4 ആക്കണം. 4 ആക്കണം എന്നല്ല, കൗണ്ട് ചെയ്യുമ്പോ 1 2 3 4 കൗണ്ട് ചെയ്യണം. കൈമാറ്റ്. ഇതില് ഒരെണ്ണം അച്ഛാ, ഈ സെറ്റിൽ 1 ഇതില് 2 ഇതില് 3 ഇതില് 4. അപ്പൊ അതേപോലെ ഇവിടുന്ന് അങ്ങോട്ട് ആക്കണം. ഇതില് 4 പെണ്ണുണ്ട്, 4 പെണ്ണുണ്ട്. ഇത് 4 പെന്ന്, ഇത് 3. ഇതിപ്പോ നമ്മള് വായിക്കുമ്പോ 1 2 3 4 അല്ലേ? ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 2 3 4 എന്ന് വായിക്കണം. ഒരു പെന്ന് മാറ്റി വെക്കാം നിങ്ങൾക്ക്. ഏതെങ്കിലും ഒരു പെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വായിക്കണം. ഏതാ പറ്റുക? ഒന്ന് കാണിക്കാൻ നോക്കട്ടെ, ഒന്ന് ശരിക്കും കാണിക്കാം. അനക്കാണ്ട് അനങ്ങണത് 1 2 3 4 ഉണ്ട് അല്ലേ? അങ്ങനെ 1 2 3 4. ഒന്ന് എടുക്കാൻ പാടുള്ളൂ അല്ലേ? ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പാടുള്ളൂ. ഉറങ്ങാൻ കിടന്ന് എന്നെ വിളിച്ചിട്ട് ചെയ്യിപ്പിച്ച പണിയത്. ഗെയിം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് മാജിക് അല്ലാമേ. ഇതാ പറഞ്ഞ ബുദ്ധികൾ ആർക്കെങ്കിലും കൊടുക്കാൻ. ഞാൻ കാണിച്ചു തരാം അച്ഛാ. കണ്ടോ, ഒന്നുകൂടി കാണിച്ചു. ഇതാ 1 2 3 4. ഇനി ഒരെണ്ണം മാറ്റാം അല്ലേ? ഒരെണ്ണം മാറ്റിയിട്ട് ഇതാക്കാം. ഈ ഫോണില് ഒരാളുണ്ട്. ഇപ്പൊ 2 ആളാ മത്സരിക്കുന്നേ. ഒരാളല്ല, 2 ആൾ. 1 2 3 4. അമ്മക്കും മത്സരിക്കാം. നടന്ന തന്നെ അമ്മയൊന്നും പറയല്ലേ, എല്ലാം ക്യാമറയിൽ വരുന്നുണ്ട്. വീഡിയോ 3 2 2 ഇത് 2 ഉണ്ട്.
കട്ട് ചെയ്തോ? അതെ ആ ജിഞ്ചു ആ അപ്പുറത്തെ നാലെണ്ണത്തിലത്തെ ആ രണ്ടാമത്തെ എടുക്കുക. ശരി 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 കിട്ടി. ആ എനിക്ക് മനസ്സിലായി. എന്ത് ഇതല്ലേ ഇവിടെ അല്ലേ വെക്കണ്ടേ? ഇതല്ലേ ശരി. അടിപൊളി. അച്ഛനൊന്ന് കാണിച്ചട്ടെ. അച്ഛൻ ഇങ്ങോട്ട് നോക്കിയട്ടെ. അച്ഛൻ ഇങ്ങോട്ട് നോക്ക്. അച്ഛൻ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങ് വാ. വെളിച്ചത്ത് വാ. വെളിച്ചത്ത് വാ. ഇപ്പൊ കറക്റ്റ് ആയി അല്ലേ? ആ ഒരു ഹായ് പറഞ്ഞട്ടെ. അച്ഛന് 10,000 രൂപ സമ്മാനായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ അച്ഛൻ എന്നെ തോപ്പിച്ചുകൊണ്ട് അച്ഛൻ ജയിച്ചിട്ടുണ്ട്. പിന്നെയുള്ള വീഡിയോസ് നമ്മൾ എടുത്തില്ല. അപ്പോഴത്തേക്ക് ഫോണിൻ്റെ സ്പേസ് അങ്ങ് ഫുള്ളായി, സമാധാനമായി. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.